ഏകദേശം നമുക്ക് മുംബൈ വരെ ഒന്ന് പോയിട്ട് വന്നാലോ. മുംബൈ പോകാനുള്ള 12:50 നമ്മുടെ ഗരീബ് രത്ത് എക്സ്പ്രസ്സിലാണ് നമ്മൾ പോണത് കേട്ടോ. അപ്പോൾ പാൻറ് ഉണങ്ങിയിട്ടില്ല, പാൻറ് ഉണക്കാട്ടിട്ടുണ്ട്. അതുപോലെ ബാഗ് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് നൈസായിട്ട് ഇറങ്ങണം. അപ്പോൾ നമ്മളിപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പാവങ്ങളുടെ രഥം എന്നറിയപ്പെടുന്ന ഗരീബ് രത്ത് എക്സ്പ്രസ്സിലാണ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് LTT വരെ പോകാൻ പോണത്. മറ്റുള്ള ട്രെയിനിനെ അപേക്ഷിച്ച് നമുക്ക് ഇതിൽ കുറച്ചുകൂടി വില കുറവായിരിക്കും എ സിക്കൊക്കെ. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ വേൾഡ് ക്ലാസ് രീതിയിൽ ഡെവലപ്ഡ് ആവുമെന്നാണ് കഴിഞ്ഞ കുറച്ച് ബഡ്ജറ്റിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തൊക്കെ ഉണ്ടാവുന്നു. തിരക്കിൻ്റെ ഒരു ട്രെയിൻ വരണമെന്നൊക്കെ എടുക്കാൻ വിട്ടുപോയിട്ടാണ്. അപ്പോൾ ട്രെയിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇതാണ് ഒരു അവസ്ഥ. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, അത്യാവശ്യം നല്ല സീനറിയൊക്കെ കൊണ്ട് പോവാണ്. പ്രത്യേകിച്ച് എ സിയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ സാധാരണ സ്ലീപ്പറിൻ്റെ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള വ്യൂ കിട്ടുന്നതായിരിക്കും. കാരണം ഗ്ലാസ് വിൻഡോസ് ആയതുകൊണ്ട് തന്നെ നോർമൽ മറ്റേ കമ്പികളൊക്കെ വെച്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂസ് കിട്ടുന്നതായിരിക്കും. ഈ ഒരു അച്ചാച്ചനും അച്ഛമ്മേനും കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ടില്ല. അവരെനിക്ക് കുറച്ച് ഫുഡൊക്കെ ഷെയർ ചെയ്ത് തന്നു. അവർ മുംബൈയിൽ ഒരുപാട് നാട്ടിലുള്ളായിരുന്നതാണ്, ഇപ്പം നാട്ടിലാണ്. ഇപ്പം മക്കളുടെ അടുത്തേക്ക് പോകുമായിരുന്നു അവർ. പിന്നെ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കുറേയൊക്കെ ഈ സീനറീസ് തന്നെയായിരുന്നു. പിന്നീട് രാവിലെ എനിക്കിപ്പോൾ നേരെ ചിപ്പൻ എത്തിയപ്പോഴാണ് ഞാൻ ഇരിക്കണേ. അവിടെ നല്ല വെയിലാണ്, ഞാൻ വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല. നല്ല പോളിലാണ് വെയിലായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ കൊങ്കൺ റെയിൽവേ വഴി യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാണാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു വീണ്ടും. അപ്പോൾ നല്ല അടിപൊളി റൂട്ടാണ് നമുക്ക് ഈ കൊങ്കൺ റെയിൽവേ. പ്രത്യേകിച്ച് ഡൽഹിക്കൊക്കെ പോകണവർ ആന്ധ്ര വഴിയുള്ള മറ്റേ കേരള എക്സ്പ്രസ് ഒന്നും ചൂസ് ചെയ്യാണ്ട് മറ്റേ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ഒക്കെ ചൂസ് ചെയ്യാണ്ട് നമുക്ക് നല്ല കൊങ്കൺ റെയിൽവേ കാഴ്ചകളൊക്കെ കണ്ടുപോകട്ടെ. പ്രത്യേകിച്ച് മഴക്കാലൊക്കെ ആവണമെങ്കിൽ. ഇവിടെ ഇപ്പോൾ മഴ തുടങ്ങിയിട്ടില്ല. പിന്നെ ഒരുപാട് നീളമുള്ള വലിയ വലിയ തുരങ്കങ്ങളുടെ ഉള്ളിൽ കൂടെയും ഈ ട്രെയിൻ പാസ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ഈ റൂട്ടിലാണെങ്കിൽ. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഈ വെസ്റ്റേൺ കട്ട്സിൻ്റെ ഉള്ളിൽ കൂടെ 91 ടണലിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഈ കൊങ്കൺ റെയിൽവേ പാസ് ചെയ്ത് പോകുന്നത്. അങ്ങനെ ഒരു 25 മണിക്കൂറിന് മേലെയുള്ള ഒരു യാത്രയ്ക്ക് ശേഷം നമ്മൾ മുംബൈയിൽ എത്താറായിട്ടുണ്ട്. വണ്ടി ഏകദേശം ഒരു 1.5 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് മുംബൈ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം നമ്മൾ എക്സിറ്റ് എവിടെയാണെന്ന് നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു 8 വർഷത്തിന് മുമ്പ് നമ്മുടെ ഈ LTT നിന്ന് തിരിച്ച് തൃശ്ശൂരിലേക്ക് ഒരു ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നാണ് ഇപ്പോൾ വരുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ ലോകമാന്യ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും പ്ലാൻ ഉണ്ടല്ല, എങ്ങോട്ട് പോകണം, എവിടേക്കാണ് പോകേണ്ടതെന്നൊന്നും രൂപപ്പെടുത്തില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ അടിച്ചപ്പോൾ ഗഡ്കോപ്പർ മെട്രോ സ്റ്റേഷനോ അങ്ങനെ സാധനം കണ്ടു. അപ്പോൾ അവിടേക്ക് ഒരു ഊബർ ഇട്ടിട്ടുണ്ട്. ഊബർ കിട്ടിയിട്ടില്ല. ഊബർ ഞാൻ നോക്കിക്കൊണ്ടിരിക്കാനാണ്. അപ്പോൾ അതെന്തെങ്കിലും ആവണം. അവിടേക്ക് ആവുകയാണെങ്കിൽ ആ മെട്രോ പിടിച്ചിട്ട് എവിടേക്കെല്ലാം അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷെ ഞാൻ വീട്ടിട്ട് കുറച്ച് നേരം ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇതൊന്നും നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെയാണെന്ന് തോന്നുന്നു. സമയത്തൊന്നും ഊബർ അടിച്ചാൽ തീരെ കിട്ടില്ല. തെറ്റപ്പം ഞാൻ തോന്നുന്നു. പിന്നെ ഇവിടുത്തെ ഊബറും കാര്യങ്ങളൊക്കെ ജാതി വ്യത്യാസമാണോ. ഈ സാൻഡ്രോ കാറൊക്കെയാണ്, സാൻഡ്രോ സ്വിഫ്റ്റ് പുള്ളി പറ്റി ബ്ലാക്ക് ആൻഡ് യെല്ലോ കളർ മുകളിലേക്ക് പോകണം. ഇതാണ് LTT സ്റ്റേഷൻ്റെ ഒരു ഔട്ട് സൈഡ് വ്യൂ വരുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ ടാക്സി സ്റ്റാൻഡ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. കേരളത്തിലത്തെ പോലത്തെ കാലാവസ്ഥ തന്നെയായിരിക്കും എന്നുള്ള ഒരു ഹോപ്പിൽ തന്നെയാണ് ഞാൻ വന്നത്. പക്ഷേ അവിടത്തേക്കാൾ നല്ല രീതിയിൽ ചൂടുണ്ട് ഇവിടെ. നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനെ ഉണ്ടോ, സാൻഡ്രോസ് ആണ് കൂടുതൽ. സാൻഡ്രോ, സ്വിഫ്റ്റ്, പിന്നെ പണ്ടത്തെ നമ്മുടെ നാട്ടിലെ ഇക്കോയോ ഒന്നുമില്ല എൻ്റെ പേര്. അതൊക്കെയാണ് ടാക്സി ആയിട്ട് ഓടണം കൂടുതലും. വെയിറ്റിംഗ് ആണ് ഊബറിന്. എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അപ്പോൾ കിട്ടിയില്ലടാ. നമ്മൾ ഒരു ലോക്കൽ ഓട്ടോയിൽ കയറിയാണ്. ഇവിടുന്ന് 30 രൂപയ്ക്ക് കൂടുതലുള്ള ഓട്ടോ ബസ്സിലൊക്കെ വിളിച്ച് പറഞ്ഞ പോലെ ഗഡി വിളിച്ച് പറയുന്നുണ്ട്. മറ്റൊന്നും കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ നടക്കാന്ന് വിചാരിച്ചു ആദ്യം തന്നെ. പിന്നെ വിചാരിച്ചു ഇവിടുന്ന് ഒരു തിലക് നഗർ എന്ന് പറഞ്ഞ ഒരു ലോക്കൽ സ്ഥലത്ത് നിന്ന് കുർളയിലേക്ക് ട്രെയിൻ പിടിച്ചിട്ട് വേണം പോകാൻ. ഇവിടെ നിന്ന് നേരെ കുർള ലോക്കലിലേക്ക് 30 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ എത്തുന്നാണ് പറഞ്ഞത്. ബസ്സൊക്കെ വിളിക്കുന്നത് ഷെയർഡോട്ടൊക്കെ പോലത്തെ പരിപാടി. നമ്മുടെ നാട്ടിൽ മാത്രമേ ഇതുപോലത്തെ ഷെയർ ടാക്സി സെറ്റപ്പ് ഞാൻ കാണാത്ത കേട്ടോ. ബാക്കി എല്ലായിടത്തും കുറേയൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഷെയർ ടാക്സി സെറ്റപ്പ്. നോർത്ത് സൈഡിലേക്കൊക്കെ കൂടുതലാണ് തോന്നുന്നു. ഈ വണ്ടിയിൽ ഞാനും വേറൊരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങേർക്ക് വലിയ ലാഭമില്ല തോന്നുന്നു. ഇവിടുത്തെ വണ്ടികളിലൊക്കെ ഏകദേശം ഒരു 4-5 പേരെ കയറ്റി കൊണ്ടുപോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രിപ്പ് ആൾക്ക് നഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, ലോട്ടിലോട്ട് കയറി വരികയാണ്. എന്നെ കണ്ടാൽ തന്നെ അറിയാം എൻ്റെ സെറ്റപ്പ് കൊണ്ടുവരുന്ന സ്ലാബിലുള്ള ആളെന്നെല്ലാം അറിയാം. എൻ്റെ ഭാഷ കേട്ടിട്ടില്ല. ഒരു പക്ഷേ ഇവിടെ ഇത്ര അധികം ആൾക്കാർ തിങ്ങി ഇറങ്ങി പാർക്കണ സ്ഥലമായതുകൊണ്ടായിരിക്കും അവിടെ ഈ ഷെയർ ടാക്സി സെറ്റപ്പൊക്കെ ഇത്രയും പ്രാക്ടിക്കലായിട്ട് റണ്ണാവും. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 3 പേരിന് മേലേക്ക് വരുമ്പോൾ തന്നെ ഓട്ടോറിക്ഷക്കാരും പോലീസുകാരൊക്കെ സീനായിരിക്കും. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ 3, 4, 5 എത്ര പേര് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ഇനി അധികം ചെക്കിങ് കുറവാണെന്ന് തോന്നുന്നു. ഇത് പേടിച്ചിട്ടോ, ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. സംഭവം നമ്മൾ സിമ്പിളായിട്ട് കുർളയിലെത്തി. വെറുതെ തിലക് നഗറൊന്നും പോയിട്ട് ലോക്കൽ ട്രെയിൻ എടുക്കേണ്ട വന്നില്ല. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ മറ്റേ ഗഡ്കോപ്പർ മെട്രോ സ്റ്റേഷനിലേക്ക് വേറെ ലോക്കൽ ട്രെയിൻ കയറണം.
മറ്റേതാണെങ്കിൽ 2 ലോക്കൽ ട്രെയിൻ കയറേണ്ടവന്ന് തന്നെ ഇതാകുമ്പോൾ ഒരു ലോക്കൽ ട്രെയിൻ കൊണ്ട് നമുക്ക് കാര്യം നടക്കും. ഇവിടേക്കൊക്കെ ഞാൻ പണ്ട് 2018 ഞാൻ 2019 ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു എക്സാമിന്റെ ഭാഗം, ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണെങ്കിൽ എവിടേക്കൊക്കെ പോയിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. അന്തേരി സൈഡിൽ ഈ മെട്രോ, ഞാൻ ഇപ്പൊ പോകാൻ പോണ മെട്രോ ലൈനിൽ ഞാൻ തോന്നുന്നു ഇതിന്റെ അറ്റത്തൊരു അങ്ങനെ എന്തൊരു പറഞ്ഞിട്ടൊരു റെയിൽവേ സ്റ്റേഷൻ ബീച്ച് ഉണ്ട്. അതിവിടെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അറിയാണ്ട് വയലുവല്ല എന്നാണ്. അപ്പോൾ ആ ഒരു ബീച്ചിലേക്ക് ഞാൻ നൈസായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 10-13 മെട്രോയ്ക്കുള്ള അടിയിലുള്ള എല്ലാ സിറ്റീസും അത്യാവശ്യം കറങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. 2018 or 2019 അത് അന്തേരി ഈസ്റ്റ് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇല്ലേ. ഇവിടെ നിന്നാണ് തോന്നുന്നു ഇവിടുന്ന് ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ ആ സ്റ്റേഷനിലേക്ക് എനിക്ക് നോക്കണം, മാപ്പിൽ നോക്കണം ഏതാ സ്റ്റേഷനിലുള്ള പേരൊക്കെ നോക്കി പോരാട്ടോ. അപ്പോൾ റെയിൽ വണ്ണിന്ന് അൺറിസർവ് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നുള്ള കാര്യം ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അപ്പോൾ ഞാൻ ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ ഇവിടെ ലിക്വിഡ് മണി വേണമായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഓൺലൈൻ കൗണ്ടറിലേക്ക് തന്നെ പോയിട്ട് അവിടെ ടിക്കറ്റ് എടുക്കണം ചെയ്തത്. അപ്പോൾ 5 രൂപയ്ക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. കുർളേന്ന് നേരെ ഘട്ട്കോപ്പർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനുള്ള പ്ലാനാണ് നമ്മളിപ്പോൾ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ മുംബൈയിലൊരു ലോക്കൽ ട്രെയിനിൽ കയറാൻ പോകട്ടോ. സാധാരണ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ലോക്കൽ ട്രെയിൻ ഭയങ്കര തിരക്കാന്നൊക്കെ നമ്മൾ പല മീഡിയസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം തിരക്കൊക്കെ. ഇപ്പം എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല ഇപ്പോൾ ഈ സ്റ്റേഷനിൽ എത്രമാത്രം തിരക്കുണ്ടാവുക. അതിന് ടൈം ഇപ്പോൾ ടൈം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടോ, 4 മണി സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കയറിയിട്ട് കാണാം. കുറേ ലോക്കൽ ട്രെയിൻസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉള്ള ഒരു വലിയ സ്റ്റേഷനാണ് ഈ കുർള. ഇവിടെ പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാട്ടോ, കുറേ ഉണ്ട്. ഞാൻ ഇവിടെ ഒരു ഗൈഡോട് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞത് എനിക്ക് ഇതില് ഈ സെയിം സ്ഥലത്തേക്ക് തന്നെ ഫാസ്റ്റ് ട്രെയിനും ഉണ്ട്, സ്ലോ ട്രെയിനും ഉണ്ട്. സ്ലോ ട്രെയിൻ ആകുമ്പോൾ അത്യാവശ്യം കുറേ എണ്ണം ഉണ്ടായിരിക്കും. ഫാസ്റ്റ് ട്രെയിൻ ആകുമ്പോൾ എണ്ണം കുറവാണ്, വേഗത്താം. അതാണ് സെറ്റപ്പ്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ ഹെൽപ്പ് ചെയ്ത ചേട്ടൻ. दोनों से जा सकते हैं. यस, उधर से मुझे मेट्रो जाने के लिए, मेट्रो में जाने के लिए. हाँ, सेंटर में. हाँ, ऊपर है ओ. ആ ഇതിന്റെ ഈ പ്ലാറ്റ്ഫോമിന്റെ സെന്ററിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മെട്രോക്ക് പോകാൻ പറ്റുമെന്നാണ് ആൾ പറയണേ. നോക്കാം. അപ്പോൾ ഈ ഒരു ട്രാക്കിലാണ് നമ്മുടെ വണ്ടി വരാൻ പോണത്. ഈ ഒരു സംഭവത്തിലാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലത്തെ 2 ട്രാക്ക് ഒന്നും കാണാനില്ല, ഒരു സിംഗിൾ ട്രാക്ക് കാണാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വണ്ടി വരികയാണെങ്കിൽ നമുക്ക് 2 സൈഡിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ചെറിയ സ്ട്രീറ്റ്സ് ഒക്കെ കിട്ടാം. നമ്മുടെ ഗഡി നമ്മളെപ്പോഴും മറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ഓക്കെ താങ്ക് യു. അവിടെ ഒരു 3:42 ക്ലോക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മെട്രോയ്ക്ക് പോകാൻ പറ്റുന്ന ആള് പറഞ്ഞിരുന്നെ. അപ്പൊ ആളെ താങ്ക് യു പറഞ്ഞിട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പൊ ആള് വേറെ എവിടേക്കാണ് പോകാൻ. നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇപ്പൊ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ തോന്നുന്നു ഇവിടെ വരണമെങ്കിൽ അവിടെയും ചോദിച്ചു നോക്കാം. ഗൈസ്, ആരെങ്കിലൊക്കെ ഇവിടെ വരെ വീഡിയോ കാണുമെന്ന് പോലും എനിക്കറിയില്ല. ഇൻകേസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ ലൈഫ് ടൈമിൽ ഫസ്റ്റ് ആയിട്ടാണ് ഞാനൊരു പബ്ലിക്കിൽ ഒരു വ്ളോഗ് എടുക്കണേ. കുറേ എന്തെങ്കിലുമൊക്കെ പ്രോസ് ഉണ്ടായിരിക്കാം, ഉണ്ടെങ്കിൽ തന്നെ ഇനി വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം ശരിയാക്കിക്കോളാം. അപ്പോൾ ജസ്റ്റ് ഡിസ്ക്ലെയിമർ. ഏകദേശം ഒരു 4 മണി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓഫീസൊക്കെ കഴിഞ്ഞ് പോകുന്നവരുടെ റഷ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ തോന്നുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയ രീതിയിലുള്ള തിരക്കേ ഉള്ളൂ. വണ്ടിയിൽ കയറിയപ്പോൾ എനിക്ക് സീറ്റ് കിട്ടിയില്ല. ഇവിടുന്ന് 2ാമത്തെ സ്റ്റേഷനാണ് ഘട്ട്കോപ്പർ ഉണ്ടാവും. ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് കറൻ്റ് ലോക്കൽ ട്രെയിനിൻ്റെ ഒരു അവസ്ഥ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഞാൻ BKC എന്നൊക്കെ ആൾക്കാർ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ നല്ല ക്രൗഡ് ആവും എന്നാണ് പറയപ്പെടുന്നത്. ക്യാമറ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ഇവിടെ അപ്പുറത്തേക്കിനോട് ചേച്ചിൻ്റെ സംസാരിച്ചിട്ടാ. അപ്പോൾ ആളിവിടെ റെയിൽവേ വർക്ക് ചെയ്യണതാണ്. അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് സംസാരിക്കായിരുന്നു. മുംബൈയിൽ ജസ്റ്റ് കറങ്ങാൻ വന്നാൽ പോരാ, ഇവിടെ വരണം, ഇവിടെ വന്നിട്ട് പണിയെടുത്ത് കഴിഞ്ഞ് ഞാൻ രക്ഷപ്പെടുന്നുള്ള രീതിയിലാണ് ആ ചേച്ചിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ചേച്ചി റെയിൽവേയിലാണ് വർക്ക് ചെയ്യണത്. അപ്പൊ എല്ലാ റെയിൽവേയിലും പോവാം, ഫ്രീ ആണെന്നാണ് പറയണത്. അപ്പൊ മുടക്കാണ്, വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. ഇതിനോട് പറഞ്ഞാൽ നമ്മുടെ കുറെ ഒന്നും മനസ്സിലാവില്ല എനിക്ക്. ഘട്ട്കോപ്പർ സ്റ്റേഷനായിട്ട് അപ്പൊ നമ്മുടെ തിരക്ക്. ഇവിടെ ഇറങ്ങാനാണ് നമ്മുടെ ചേച്ചി പറഞ്ഞിരിക്കണേ. ബേബി എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചിയുടെ ശരിക്കുള്ള പേര് ബേബി തന്നെയാന്ന് പറയണു. നല്ല കമ്പനി ആയിരുന്നു ചേച്ചി. നമ്മളിപ്പോ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള സ്ഥലത്താണ് നമ്മൾ വന്ന് കയറിപ്പെട്ടത് കേട്ടോ. ഭാഗ്യം, വേറെ സീനൊന്നും ഉണ്ടായില്ല. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് മെട്രോ പിടിക്കേണ്ടതെന്നുള്ളത് നമുക്ക് ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. ഇവിടെ തന്നെ മേലേക്ക് തന്നെയാണ്. ഇവിടെ തന്നെ കാണാട്ടാ. മേലെ ഇവിടെ മുംബൈ മെട്രോ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും.
അവിടെ അപ്പുറത്ത് എസ്കലേറ്റർ ഉണ്ട്. എസ്കലേറ്റർ കയറിയിട്ട് ഇപ്പൊ മെട്രോയില് കയറാൻ പോവാണ്. മെട്രോയില് കയറിയിട്ട് എങ്ങടെ പോകണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടാ.